ഹായ് ഹലോ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കല്യാണത്തിന് പോകുന്നല്ല ഗൈസ്, കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ കൂടെ കടന്നു പോകും. ആ പ്രതിസന്ധി ഒന്നും നമ്മുടെ ലൈഫിലേക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഞാനെന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട് എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞാനാണ് ഇളയ കുട്ടി. നമുക്കൊക്കെ ഈ ഇളയ കുട്ടികൾക്കുള്ളൊരു സംഭവമുണ്ട്, പാരമ്പര്യമായിട്ട് ഡ്രസ്സ് കൈമാറി തരിക എന്നുള്ളൊരു സംഭവം. അപ്പം മൂത്ത സഹോദരിമാരെയൊക്കെ കല്യാണമൊക്കെ കഴിച്ച സമയത്ത് ഇഷ്ടംപോലെ ഡ്രസ്സുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ എൻ്റെ സെക്കൻഡ് സിസ്റ്റർ ഉണ്ടല്ലോ, രണ്ടാമത്തെ സിസ്റ്റർ, അവളെ വിവാഹം കഴിഞ്ഞ സമയത്ത് അവൾക്കെന്ന് വെച്ചാൽ ഇവിടെ പോകുന്ന സമയത്തും അവർക്കൊരു പുതിയ കൂട്ടം ഡ്രസ്സ് മേടിക്കും. എവിടെ പോവുകയാണെങ്കിലും, അത് കല്യാണമായി ഹൗസ് വാമിങ് എവിടെ പോകുമ്പോൾ ഒരു കൂട്ടം ഡ്രസ്സ് മേടിക്കും. അതേപോലെ സെയിം ടൈം എനിക്കും മേടിക്കും കേട്ടോ, ഡ്രസ്സ് മേടിക്കും. അതേപോലെ അതിനനുസരിച്ചുള്ള വളകളും മാലകളും ഒക്കെ മേടിച്ച് എനിക്ക് കൊണ്ടുതരികയായിരുന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ കഴിഞ്ഞൊരു വ്യക്തിയെന്ന് വെച്ചാൽ അത്രമേൽ ഞാൻ പറഞ്ഞല്ലോ 3 പെൺകുട്ടികളായതുകൊണ്ട്, ഇളയ കുട്ടിയും ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങൾക്കൊന്നും ഒരു മുട്ടുമില്ലാതെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ പറഞ്ഞതുപോണം ഡ്രസ്സിന് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഒരു നാടൻ പണിക്കാരനായിരുന്നു. എല്ലാ പണിക്കും പോകുമായിരുന്നു കേട്ടോ, കെട്ട്, തേപ്പ്, വയറിങ്, അങ്ങനെ നാട്ടിലുള്ള എല്ലാ പണിക്കും പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി, പ്രാരാബ്ദങ്ങളായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ടാസ്ക് പിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഡ്രസ്സ് എന്ന് പറയുന്നൊരു സംഭവം വളരെ കുറവായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ കുടുംബത്തിലൊക്കെ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം വിഷമിച്ചൊരു സംഭവം ഞാൻ ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുക. ഈ എന്നെ വിട്ട് പോകില്ല എന്ന് തോന്നി. ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്, നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ കുളിക്കാഞ്ഞിട്ടാണ്, മാങ്ങയുള്ളത് കൊണ്ടാണ്. മറ്റേ MG ശ്രീകുമാർ പറഞ്ഞതിൻ്റെ അതിരി മാങ്ങ പണി കൊടുത്തു പറഞ്ഞതിൻ്റെ അതിരി മാങ്ങയാണ് ഗൈസ്, അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ കുളിച്ചിട്ടില്ല അത് അങ്ങനെ. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും. അപ്പോൾ എൻ്റെ സിസ്റ്റർമാരൊക്കെ നല്ല നിലയിലാണ്, എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മകളൊക്കെ ഉണ്ട്, അവളൊക്കെ നല്ല നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഡ്രസ്സില്ല. എനിക്ക് വളരെയധികം വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു രാജകുമാരിയെ പോലെ വളർന്നു വന്ന ഞാൻ പെട്ടെന്ന് നമ്മുടെ ഹസ്ബൻഡിൻ്റെ ചുറ്റുപാട് വന്ന സമയത്ത് നമുക്ക് ഡ്രസ്സില്ലാതെ ആയി മാറുന്നുണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ വളരെയധികം വിഷമമുള്ളൊരു സംഭവം കേട്ടോ. നമ്മളെന്നല്ല, ആരെ സംബന്ധിച്ച് എനിക്കൊന്ന് മേടിച്ചിടാൻ പോലും ആരും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം. കാരണം എൻ്റെ സിസ്റ്റേഴ്സൊക്കെ അന്നപ്പോഴേക്കും തടിച്ചിങ്ങ് പോകും. ഞാനാണെങ്കിൽ മെലിഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ മെലിഞ്ഞ് ഞാൻ കുറേ പ്രാവശ്യം പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ തടിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ മേടിച്ച് കുടിച്ചൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട്. അത്രമേൽ മെലിഞ്ഞൊരാളായിരുന്നു. അപ്പോൾ എനിക്ക് ആരുടെയും ഡ്രസ്സും മേടിച്ചിടാനില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയതാണ് ഞാൻ. പിന്നീട് നമുക്കൊരു വരുമാനം വന്ന് നമ്മളൊരു സ്റ്റേണായി നിന്നതിന് ശേഷം എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ഡ്രസ്സ് ഞാനിപ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൊടുക്കുക ഗൈസ് ചെയ്യുന്നത്. ഡ്രസ്സ് നമുക്ക് പറയല്ലേ, ഒരു ഇറക്കത്തിന് ഒരു കയറ്റം വരും, ഒരു കയറ്റത്തിന് ഇറക്കം വരും, അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവമല്ലേ. അതേപോലെയാണ് അന്നത്തെ കാലത്ത് ഞാൻ ഡ്രസ്സില്ലാതെ ബുദ്ധിമുട്ടായി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇഷ്ടം പോലെ ഡ്രസ്സ് എനിക്ക് അന്നത്തെ ഒരു കാലം ചിന്തിക്കാനേ പറയാം. നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയ വിഷമകരമായിട്ടുള്ള കാര്യം മറ്റുള്ളവരോട് പറയുന്നത് ചിലർക്കൊക്കെ നാണക്കേടായിട്ട് തോന്നും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നാണക്കേടുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ എനിക്കൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഒരു ഡ്രസ്സാണ്, അത് പിന്നെ അടുത്ത പ്രോഗ്രാമിന് ഇടാൻ പറ്റില്ല, കാരണം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ മിനിമം 2000-3000 രൂപയുടെ ഡ്രസ്സൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച് വെച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ മകളെന്ന് വെച്ചാൽ കുഞ്ഞിയാണ്, അപ്പോൾ അവൾക്കും ഇല്ല. പിന്നെ സിസ്റ്റേഴ്സിന് കൊടുക്കാമെന്ന് വെച്ചാൽ അവന്മാർ തടിച്ചുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് ഒരു അമ്മായിയുടെ മകളുണ്ട്, ഞാൻ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കും. അപ്പം ഞാൻ എന്താക്കും, ഈ ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്.
അപ്പോൾ ആരെങ്കിലും, കാരണം നമ്മൾ കഴിഞ്ഞു പോയ ചുറ്റുപാടിലൂടെ ചിലപ്പോൾ കയറി വരുന്ന ആരെങ്കിലും ഉണ്ടാവും. ഭയങ്കര റോഡുമ്മ കൂടി വാഹനം പോകുന്നു. ഇവിടെ എന്തോ പരിപാടി അതാട്ടോ ഈ ശബ്ദം. അപ്പോൾ എന്നിട്ട് ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ ഒരുപാട് ഡ്രസ്സുകളുണ്ട്. അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് അറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ഈച്ച എന്നെ പോലും കളിയാക്കും ഈച്ച. അപ്പോൾ അന്നത്തെ ആ ഒരു വിഷമത്തിന് ഇന്ന് ഇഷ്ടം പോലെ പിന്നെ പല മോഡലിൽ പല ഇത് എനിക്കൊക്കെ ഒരു ഗൗൺ ഇടാനൊക്കെ വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് 1 ഗൗണോ 2 ഗൗണോ 3 ഗൗണോ 4 ഗൗണോ ഒന്നുമല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എവിടെയും നമ്മൾ എന്ത് പ്രശ്നം വരുമ്പം തളർന്നു പോകരുത്. നമുക്ക് വെച്ചടി ഒരു കയറ്റം ഉണ്ടാവുന്ന ഒരു കാലം ഉണ്ടാവും. ആ കാലം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നാൽ മതി. പൊന്നാരീച്ചേ, വെയിറ്റ് ചെയ്ത് കാത്തിരുന്നാൽ മതി. അങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വന്തമായിട്ട് സമ്പാദിച്ച് തുടങ്ങി ഞാനൊരു സ്റ്റേണായിട്ട് നിന്നതിന് ശേഷം എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പം ഡ്രസ്സെന്ന് പറയുന്നത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു കഴിഞ്ഞ കാലം നിങ്ങളുടെ അടുത്തോട് പങ്കുവെക്കണം എന്ന് കരുതി. നമുക്ക് എന്തൊരു വിഷമം വന്നാലും ഇപ്പോഴത്തൊരു സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം നമുക്ക് ദൈവം കൊണ്ടുത്തരും. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നിങ്ങളെവിടെയും ആരും തളരാൻ നിൽക്കരുത്. നമ്മൾ തളർന്ന് പോയാൽ ഈ കാറ്റ് കഴിഞ്ഞു പോകുന്ന ബലൂണില്ലേ, അതേപോലെയാണ്. അതും ലൈഫ് പഠിച്ച ഒരാളാണ്. നമ്മൾ തളർന്നു പോയാൽ അവിടെ തളർന്ന് വീണ് പോവുകയുള്ളൂ. ആരും ഈ ബലൂൺ എടുത്ത് നമ്മൾ ബലൂണൊന്ന് വീർപ്പിച്ച് വിട്ടു നോക്കിയേ, ആരും പിന്നെ നമ്മുടെ അടുത്ത് ഈ ബലൂണ് വീർപ്പിക്കാൻ വേണ്ടിയിട്ട് വരില്ല. കാരണം അവർക്ക് അത് ബലൂൺ അവർ വിട്ടല്ലേ. അതേപോലെ നമ്മൾ ഈ കാറ്റൂരി വിട്ട ബലൂൺ പോലെ ആവാൻ നിൽക്കരുത്. നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കണം. നമ്മളെ തളർത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. തളരൂല എന്ന് വാശി പിടിച്ചാൽ നമുക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം എല്ലാവർക്കും എന്താ പറയുക, നന്ദി നമസ്കാരം എന്ന് പറയായിരുന്നു. ഓക്കെ, ടാറ്റാ.